കുടുംബക്കാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ കുറെ നാളായി തനിക്ക് വളരെ നന്നായി പരിചയമുള്ള ആ ഒരു പയ്യനെ എൻഗേജ്മെന്റ് ചെയ്ത് കഴിഞ്ഞാണ് ആ പെൺകുട്ടി അറിയുന്നത് ഓൾറെഡി ഇവളുടെ മാരേജ് കഴിഞ്ഞതാണ്, അതും ഒരു സ്ട്രേഞ്ചറുമായിട്ടെന്ന്. എങ്ങനെ അവൾ പോലും അറിയാതെ അവൾക്ക് ഒരു രീതിയിലും പരിചയമില്ലാത്ത ആ ഒരു സ്ട്രേഞ്ചറിനെ അവൾ വിവാഹം കഴിച്ചു? എങ്ങനെ അവൾ ആ കാര്യങ്ങളൊക്കെ മറന്നു? എങ്ങനെയാണ് ആ വിവാഹം നടന്നത്? ആരാണ് അയാൾ എന്നതെല്ലാം അന്വേഷിച്ച് പിന്നീട് അവൾ നടത്തുന്ന അന്വേഷണങ്ങളും അതിലൂടെ അവൾ കണ്ടുപിടിക്കുന്ന, അവൾ പോലും ഓർക്കാതെ അവളുടെ ജീവിതത്തിൽ നടന്ന കുറെ രസകരമായ നിമിഷങ്ങളും ഒടുക്കം ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ 2017 റിലീസായ കാൺ ഹെൽപ്പ് ഫോളിംഗ് ഇൻ ലവ് എന്ന ഒരു ഫിലിപ്പീൻ ചിത്രമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിലെ നായകനെയും നായികയും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം അവർ സിനിമയിലെ പോലെ തന്നെ ജീവിതത്തിലും പ്രണയിക്കുന്നവരാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ഡോസിനെ കാണിച്ചുകൊണ്ടാണ്. ഡോസ് ഇപ്പോൾ അവന്റെ ഒരു സുഹൃത്തിന്റെ വെഡിങ് അറ്റൻഡ് ചെയ്യാനായി വന്നിരിക്കുന്നു. ഹാപ്പിയായി ആ വെഡിങ് അവൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് അവന്റെ മുഖത്ത് എന്തോ ഒരു സങ്കടമുള്ളതായി നമുക്ക് കാണാം. ഇതേ വിവാഹം അറ്റൻഡ് ചെയ്യാൻ തന്നെയാണ് നമ്മുടെ കഥാനായികയായ ഗബ്രിയേലയും വന്നിട്ടുള്ളത്. അങ്ങനെ രണ്ടുപേരും ആ ഒരു വിവാഹശേഷം നടക്കുന്ന സൽക്കാരത്തിൽ ശരിക്കും അങ്ങ് പങ്കെടുത്ത് ഡ്രിങ്ക്സ് ഒക്കെ അങ്ങ് അടിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഒരേ സമയം ഇവിടെ ഉണ്ടെങ്കിലും രണ്ടുപേർക്കും പരസ്പരം അറിയില്ല, ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് ആണ്. അങ്ങനെ പാർട്ടി കഴിഞ്ഞ് ഒന്ന് വാഷ്റൂമിൽ പോകുന്ന ഡോസ് ടോയ്ലറ്റിനകത്ത് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ഗബ്രിയേലയുടെ വരവ്. അവളെ കണ്ടപാടെ അവൻ, നിങ്ങളെന്ത് ഇവിടെ വരുന്നത്? ഇത് പെൺകുട്ടികളുടെ ടോയ്ലറ്റ് അല്ല, ആൺകുട്ടികളുടേതാണെന്ന് പറയുമ്പോ ഗബ്രിയേല അതിന് മറുപടിയും കൊടുക്കുന്നു. അത് പിന്നെ ലേഡീസ് ടോയ്ലറ്റിന്റെ അവിടെ നല്ല ക്യൂ, എനിക്ക് എത്രയും നേരം അവിടെ നിൽക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഇവിടെ കയറുക എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറുന്നു. ആ ടീം അവളുടെ കാലിൽ കിടക്കുന്ന ഹീൽസ് അവൾക്ക് ഊരണം. അവളാണെങ്കിൽ ആകെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിട്ടാണല്ലോ ഉള്ളത്. അത് ഊരാനായി അവള് പെടാപ്പാട് പെടുന്നത് കാണുന്ന ഡോസ് അവളെ അത് ഊരിക്കൊടുത്ത് സഹായിക്കുന്നു. അങ്ങനെ ആ ടീം രണ്ടുപേരും സംസാരിച്ച് വളരെ ഫ്രണ്ട്ലി ആവുകയാണ്. രണ്ടുപേരും ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലവണ്ണം രണ്ടെണ്ണവും വാചകടിക്കുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ഒരു വർഷത്തിന് ശേഷം നമ്മൾ കാണുമ്പോൾ ഗബ്രിയേല ഒരു കമ്പനിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു. അവൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയ ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ലൈഫിൽ അവളുടെ കരിയർ വൈസ് സക്സസ്ഫുൾ ആയി വന്നുകൊണ്ടിരിക്കുന്നു. ഇതേ ടീം ഡോസ് ആകട്ടെ വളരെ കൂൾ ടൈപ്പ് ആണ്. അവൻ അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നാളത്തേക്ക് കരുതി വെച്ച് ജീവിക്കണം എന്നിങ്ങനെ യാതൊരു ചിന്താഗതിയില്ല. നാളെ നമ്മൾ മരിക്കുമെന്ന് അറിഞ്ഞാൽ ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കും? അടിച്ച് പൊളിച്ച് ആ ഒരു രീതിയിലാണ് അവൻ എന്നും ജീവിതത്തെ സമീപിക്കുന്നത്. യാതൊന്നിനെയും പറ്റി വെറി ചെയ്യാതെ, ഒന്നും കരുതി വെക്കാതെ അന്നത്തേക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നത്. ചുരുക്കി പറഞ്ഞ ഗബ്രിയേലയും ഡോസും രണ്ടുപേരും വളരെ ഡിഫറെന്റ് ആയ ക്യാരക്ടേഴ്സ് ഉള്ളവരാണ്. അങ്ങനെ ഇരിക്കെ ഗബ്രിയേലയോട് അമ്മ, നിനക്കിപ്പോ ജോലിയായി, ലൈഫിൽ ഇനി നീ അടുത്തതായി ചെയ്യേണ്ടത് ഒരു വിവാഹമാണെന്ന ഉപദേശമൊക്കെ കൊടുക്കുന്നു. കൂട്ടത്തിൽ തന്നെ എനിക്ക് പറ്റിയതുപോലെ അബദ്ധം പറ്റരുത്, നല്ല ഒരാളെ നോക്കി നീ സെലക്ട് ചെയ്യണമെന്നെല്ലാം അമ്മ ഉപദേശിക്കുമ്പോ അതുപോലെ ഞാൻ ചെയ്യുമെന്ന് അവൾ അമ്മയ്ക്ക് മറുപടിയും കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കാണ് ഗബ്രിയേലയ്ക്ക് കുറെ കാലമായി അറിയാവുന്ന ക്രിസ് എന്ന ഒരു പയ്യൻ അവളുടെ വീട്ടിലേക്ക് വരുന്നത്. ക്രിസ് ആക്ച്വലി ഗബ്രിയേലയുടെ സഹപാഠിയായിരുന്നു. അന്ന് തൊട്ടേ ഇവര് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇപ്പോൾ ക്രിസ് ഗബ്രിയേലയുടെ വീട്ടിലേക്ക് എത്തി അവളെ ഒരു റിംഗ് കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്നു. ആ ടീം അവള് പെട്ടെന്ന് ഒരു ഫോർമൽ പ്രപ്പോസൽ നടക്കുമ്പോ എന്ത് പറയണമെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കാണ്. അപ്പോഴാകട്ടെ ഇവർക്ക് ചുറ്റും ഗബ്രിയേലയുടെ അമ്മ അടക്കം വേണ്ടപ്പെട്ട എല്ലാ ആളുകളും നിൽപ്പുണ്ട്. അവരെല്ലാം പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുക, എസ് പറയുന്നു പറഞ്ഞ് ചിയർ ചെയ്ത് നിൽക്കാണ്. ആദ്യം എന്ത് പറയണമെന്നറിയാതെ ഗബ്രിയേല ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിലും അവൾ എല്ലാവരും കൂടി പ്രോത്സാഹിപ്പിക്കുമ്പോ എന്നാ അങ്ങ് പറഞ്ഞേക്കാന്ന് കരുതി ഒരു എസ് അങ്ങ് പറയുന്നു. വായും കൊണ്ട് എസ് പറഞ്ഞെങ്കിലും അവളുടെ മുഖത്ത് ഒരു അങ്കലാപ്പ് നമുക്ക് കാണാം. അങ്ങനെ അതിനൊക്കെ ശേഷം അമ്മ വളരെ ഹാപ്പിയായി ഗബ്രിയേലയുടെ അടുത്തെത്തി, നീ എന്നെ പോലെ മണ്ണിത്തരം കാണിച്ചില്ല, നല്ലൊരാളെ തന്നെയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്, നോക്ക് എത്ര കോസ്റ്റ്ലി ആയ റിംഗ് ആണ് അവൻ നിനക്ക് ഗിഫ്റ്റ് ചെയ്തത് എന്നെല്ലാം വളരെ ഹാപ്പിയായി സംസാരിക്കുന്നു. അവൾ ഇതെല്ലാം കേട്ട് ഒരുമാതിരി ചിരിക്കുന്നത് കാണുന്ന അമ്മ, എന്ത് പറ്റി, നീ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോ അല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണെന്ന് അവളും പറയുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ക്രിസിന്റെ ഫാമിലിയും ഗബ്രിയേലയുടെ ഫാമിലിയും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന ടൈം വിവാഹം ഒരു 2-3 വർഷം കഴിഞ്ഞു മതിയെന്ന് ഗബ്രിയേല പറയുമ്പോ ക്രിസ് അനുവദിക്കുന്നില്ല. പറ്റത്തില്ല, ഒരു വർഷം കഴിഞ്ഞു മതി, ഞാനിപ്പോ ന്യൂയോർക്കിൽ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക, അത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു ബെറ്റർ ജോലി കിട്ടും. ആ ടീം നമുക്ക് വിവാഹം കഴിഞ്ഞ് ന്യൂയോർക്കിലേക്ക് അങ്ങ് പോകാന്ന് ക്രിസ് പറയുമ്പോ, ഞാൻ ന്യൂയോർക്കിലേക്ക് വരണോ? എനിക്കിപ്പോ കമ്പനിയിൽ പ്രൊമോഷൻ കിട്ടുന്നതിന്റെ വക്കിലിരിക്കുകയാണെന്നെല്ലാം ഗബ്രിയേല പറയുമ്പോ, അതിപ്പോഴത്തെ കാര്യമല്ലേ, വിവാഹം കഴിഞ്ഞുള്ള കാര്യമല്ല പറയുന്നത്. എന്തായാലും ഈ കമ്പനിയിലെ ജോലി പോയാലും നിനക്ക് ന്യൂയോർക്കിൽ ഇതിലും നല്ല ജോലി കിട്ടും, അതുകൊണ്ട് അതാ നല്ലതെന്നെല്ലാം ക്രിസ് പറയുമ്പോ അതിനോട് വലിയ താല്പര്യമില്ലെങ്കിലും ഗബ്രിയേല എതിർത്ത് പറയുന്നില്ല. അങ്ങനെ അവൾ അവിടെയുള്ള ടീമാണ് അവൾക്ക് ഒരു പോസ്റ്റ് വരുന്നത്. അത് തുറന്നു നോക്കുന്ന അവൾ ആകെ ഷോക്ക് ആവുന്നു. കാരണം വന്നിരിക്കുന്നത് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ആരുടേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയേലയുടെയും ഡോസിന്റെയും വിവാഹം കഴിഞ്ഞു എന്ന മാരേജ് സർട്ടിഫിക്കറ്റ്. വധുവിന്റെ പേരിന്റെ സ്ഥാനത്ത് തന്റെ പേര് കണ്ട് അവൾ ആകെ കിളി പോയി നിൽക്കാണ്. പിന്നെ ഈ ചെറുക്കൻ ആരാന്ന് അവൾക്ക് ഒരു രീതിയിലും ഓർമ്മ വരുന്നില്ല. അങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കുമ്പോ ഒരു വർഷത്തിന് മുന്നേ ആ ഒരു വിവാഹത്തിന്റെ പാർട്ടിയിൽ വെച്ച് ദോസ് എന്ന ഒരാളെ പരിചയപ്പെട്ടത് അവൾക്ക് ഓർമ്മ വരുന്നു. ആ പരിചയം എങ്ങനെ വിവാഹത്തിലേക്ക് പോയി എന്നത്
അവൾക്ക് ഓർത്തെടുക്കാനേ കഴിയുന്നില്ല. എന്തായാലും ആ ഒരു മാരേജ് സർട്ടിഫിക്കറ്റില് വരന്റെ, അതായത് നമ്മുടെ ദോസിന്റെ നമ്പർ ഉണ്ടല്ലോ, അവൾ വേഗം തന്നെ അതിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നു. ദോസ് ആകട്ടെ ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ ഒരു ഫ്യൂണറൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരുടെ ഫ്യൂണറൽ എന്ന് വെച്ചാല് ഒരു വർഷം മുന്നേ ഇവരൊരു സുഹൃത്തിന്റെ വിവാഹം അറ്റൻഡ് ചെയ്തില്ലേ, ആ സുഹൃത്ത് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഫ്യൂണറലാണ് ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റേജിൽ നിന്ന് മരിച്ച ആൾക്കൊരു സ്പീച്ച് സ്മരണാർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദോസ്. ആ ടീമാണ് അവന്റെ ഫോണിലേക്ക് ഗബ്രിയലയുടെ മെസ്സേജ് വരുന്നത്. അവളുടെ കോൾ അറ്റൻഡ് ചെയ്യാനായി പറഞ്ഞു. ഇവൻ ഇത് ആരാണെന്ന് അറിയാത്തതുകൊണ്ട് അത് മൈൻഡ് ആക്കുന്നില്ല. ആ സമയം അവൾ ഞാൻ നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോ എന്റെ ഭാര്യയോ എന്ന് പറഞ്ഞ് അവൻ ആകെ ഷോക്ക് ആവുന്നു. അവൻ പെട്ടെന്ന് തന്നെ സ്പീച്ച് നിർത്തി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുമ്പോഴാണ് കോൾ അറ്റൻഡ് ചെയ്ത ഒരു പെൺകുട്ടി തനിക്ക് നേരെ നടന്നു വരുന്നത് ദോസ് ശ്രദ്ധിക്കുന്നത്. അതെ, ഗബ്രിയേല ദോസിനെ അന്വേഷിച്ച് ഇവിടെ എത്തിയിരുന്നു. ഇവിടെ എത്തുമ്പോഴാണ് അവളുടെയും കൂടി ആ ഒരു ഫ്രണ്ട് ഇപ്പൊ മരിച്ചിരിക്കുന്ന കാര്യം തന്നെ അറിയുന്നത്. എന്തായാലും അതിലും വലിയ ഷോക്ക് ഇപ്പോ ജീവിതത്തിൽ നടന്നിരിക്കല്ലേ. അവൾ പിന്നീട് ദോസിനോട് സംസാരിക്കുന്നു. അതായത് നമ്മുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ അത് നോക്കി അവൻ ആദ്യം ഒന്ന് അന്തം വിടുന്നുണ്ടെങ്കിലും പിന്നീട് ചിരിക്കുന്നു. ഇത് കണ്ടവൾ എന്താ ഇത്ര ഹാപ്പി ആവുന്നത്? ഞാനേ ആകെ പ്രശ്നത്തിലായിരിക്കാം. നിങ്ങളെ കല്യാണം കഴിച്ചത് പോലും എന്റെ ഓർമ്മയിലേ ഇല്ല. കൂടാതെ എന്റെ എൻഗേജ്മെന്റ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. അധികം വൈകാതെ എന്റെ കല്യാണവും നടക്കും. അതിനു മുന്നേ അപ്പൊ നമ്മുടെ ഈ ഒരു മാരേജ് ബ്രേക്ക് ചെയ്യണ്ടേ, ഡിവോഴ്സ് ചെയ്യണ്ടെന്നെല്ലാം അവള് ചോദിക്കുമ്പോ ഡിവോഴ്സോ ഞാനിപ്പോ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അവൻ തമാശ എന്നോണം പറയുമ്പോ അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. കൂടാതെ ഒരു വർഷം മുന്നേ എന്താ സംഭവിച്ചത്, എങ്ങനെ ഈ മാരേജിലേക്ക് നമ്മൾ എത്തിയത്, എനിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല എന്ന് അവള് പറയുമ്പോ രണ്ടുപേരും കൂടി ഒന്നിച്ച് അന്ന് നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാനായി തുടങ്ങുന്നു. അതായത് രണ്ടുപേരും മാരേജിന് ശേഷം നടന്ന പാർട്ടിയിൽ നല്ലവണ്ണം ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നീട് ടോയ്ലറ്റിൽ വെച്ച് രണ്ടുപേരും കണ്ട് പരിചയപ്പെടുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും വെളിയിലേക്ക് വന്ന് ഒന്നിച്ച് ഡ്രിങ്ക്സ് അടിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് രണ്ടുപേരും കൂടി ഡ്രിങ്ക്സിന്റെ പുറത്ത് നമുക്ക് വിവാഹം കഴിക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തുകയും അവിടെ വിവാഹം നടന്നിരുന്ന ആളുകൾക്ക് വേണ്ടി മാരേജ് രജിസ്റ്റർ ചെയ്യാനായി കൊണ്ടുവന്നിരുന്ന പേപ്പേഴ്സിന്റെ കൂടെ ഇവരുടെയും പേരും കാര്യങ്ങളൊക്കെ എഴുതി മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി സെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ആക്ച്വലി ഇത് ഒന്നും ഇവര് വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ആ ഒരു ഡ്രിങ്ക്സിന്റെ പുറത്ത് രണ്ടുപേരും അറിയാതെ ചെയ്തു പോയതാണ്. അതാണ് ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന ഒരു വലിയ പ്രശ്നമായി ഇവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അവൾ പിന്നീട് അന്ന് ഡ്രിങ്ക്സ് അടിച്ചു കഴിഞ്ഞ് ഞാൻ നിന്നെ കിസ് ഒന്നും ചെയ്തില്ലല്ലോ അല്ലേന്ന് ഒരു ഡൗട്ടോടെ ചോദിക്കുമ്പോ അവൻ നീ എന്ത് വിചാരിക്കുന്നു, ചെയ്തോ ഇല്ലയോ എന്ന് അവളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോ അവൾ അതൊക്കെ വിട്, നമുക്കിപ്പോ ഡിവോഴ്സിനെ പറ്റി സംസാരിക്കാം. ക്രിസ് അറിയുന്നതിന് മുന്നേ ഡിവോഴ്സ് ചെയ്യണമെന്നെല്ലാം ഗബ്രിയേല പറയുമ്പോ ക്രിസ് അറിഞ്ഞാൽ എന്ത് പറ്റും എന്ന് അവളോട് അവൻ ചോദിക്കുന്നു. അവൾ അതിന് ഉത്തരം പറയും മുന്നേ ഡിവോഴ്സ് ചെയ്യണോ, നീ എന്റെ വൈഫ് ആകുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവൻ പറയുമ്പോ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവനാകട്ടെ പിന്നീട് താമസ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ അവന്റെ ആന്റിയും കസിൻസും ഒക്കെ ഉണ്ട്. അവരോട് ഇങ്ങനെ ഒരു കല്യാണം നടന്നുവെന്ന് അവൻ പറഞ്ഞു തീരുമ്പോഴേ ഞങ്ങളോട് പറയാതെ നീ കല്യാണം കഴിച്ചോന്നും പറഞ്ഞ് അവരിവനോട് ദേഷ്യപ്പെടുന്നു. അത് കേൾക്കുന്നവൻ അതിന് ഈ കല്യാണത്തിന്റെ കാര്യം ഞാനും ഇപ്പോഴല്ലേ അറിയുന്നത്, എന്തായാലും ഞാൻ അധികം വൈകാതെ അവളെ ഡിവോഴ്സ് ചെയ്യുമെന്ന് ദോസ പറയുന്നത് കേൾക്കുന്ന ആന്റി ഇപ്പോഴത്തെ പിള്ളേരെ ഇങ്ങനെയാ, കല്യാണമൊക്കെ എത്ര നിസ്സാരമായിട്ടാ കണക്കാക്കുന്നത് എന്ന് പുറവിറുക്കുന്നു. അവൻ അവളോട് കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കാതെ തന്റെ റൂമിലേക്ക് പോയി അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ എടുത്ത് വളരെ സങ്കടപ്പെടുകയാണ്. ഓർക്കാപ്പുറത്ത് നടന്ന കല്യാണമാണെങ്കിലും അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു കല്യാണം അല്ലേ ഇത്. അത് കാണാൻ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ അവന്റെ പേരൻസ് ഇപ്പോ ജീവനോടെ ഇല്ലല്ലോ എന്ന സങ്കടമായിരുന്നു അവന്. അങ്ങനെ അടുത്ത ദിവസം ദോസിനെ കാണാനായി ഗബ്രിയേല വരുന്നു. അവളെ കാണുന്ന ദോസിന്റെ കസിൻ ഇതാണോ ഏട്ടത്തി എന്ന് ചോദിച്ച് ദോസിനെ കളിയാക്കുന്നുണ്ട്. അവനും അതൊരു കളിയാക്കലായി എടുക്കാതെ വളരെ ഒരു ക്രെഡിറ്റ് ആയി എടുക്കാണ്. കൂടാതെ അപ്പോഴും ഡിവോഴ്സ് വേണോ എന്ന രീതിയിൽ അവൻ സംസാരിക്കുമ്പോൾ ഗബ്രിയേല അവനെ നിർബന്ധിച്ച് ഒരു അഡ്വക്കേറ്റിനെ കാണാനായി കൂട്ടിക്കൊണ്ടു പോകുന്നു. അഡ്വക്കേറ്റിനോട് നടന്ന കാര്യങ്ങൾ പറയാണ്. അതായത് മദ്യപിച്ച് ഓർമ്മയില്ലാതെ വിവാഹം കഴിച്ചു, ഇപ്പോൾ അതിന് ഡിവോഴ്സ് വേണമെന്ന്. ഇത് വലിയ കാര്യമൊന്നുമല്ല, നമുക്ക് വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് പറയുന്ന അഡ്വക്കേറ്റ് അന്ന് നിങ്ങൾ വിവാഹം കഴിക്കുന്ന സമയം ആരെങ്കിലും സാക്ഷികൾ ഉണ്ടായിരുന്നെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാണ്. അന്നുണ്ടായിരുന്നത് രണ്ടുപേരാണ് ഇവരുടെ ഓർമ്മയില്. ഒന്ന് ഇപ്പോ മരിച്ചുപോയ ആ കല്യാണ ചെറുക്കൻ, രണ്ടാമത്തേത് മിലോ എന്ന ദോസിന്റെ ഒരു ഫ്രണ്ടാണ്. പക്ഷെ ആ ഫ്രണ്ട് ഇപ്പൊ എവിടെയാണുള്ളതെന്ന് ദോസിന് അറിയില്ല. എങ്കിലും അവൻ അന്വേഷിക്കാമെന്ന് പറയുന്നു. പക്ഷെ എത്രത്തോളം ആ ഒരു ഫ്രണ്ടിനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടും കിട്ടാത്തത് കൊണ്ട് എനിക്കതിന് കഴിയുന്നില്ല എന്ന് ദോസ് പറയുന്നു. എനിക്ക് ഇനി ഇതിന്റെ പുറകെ നടക്കാൻ സമയമില്ല, എനിക്ക് വേറെ പണിയുണ്ടെന്നും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് അങ്ങ് പോകുമ്പോ ഗബ്രിയേല അവിടെ ഇരുന്ന് വളരെ സങ്കടപ്പെടുകയാണ്. കാരണം ഇപ്പോൾ ഡിവോഴ്സ് വാങ്ങിയില്ലെങ്കിൽ അവൾക്കത് വലിയ പ്രശ്നമാവും. അവൾ അവിടെ ഇരുന്ന് കരയുന്നത് കാണുന്ന ദോസ് പോയതുപോലെ തന്നെ തിരിച്ചു വരുന്നു. അവൾക്കൊരു കർച്ചീഫ് കൊടുത്തിട്ട് പറ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ നമുക്ക് ഈ സാക്ഷികൾ ഇല്ലാതെ മറ്റേതെങ്കിലും വഴിയിലൂടെ ഡിവോഴ്സ് കിട്ടുമോ എന്ന് നോക്കാന്ന് കരുതുന്നു. അങ്ങനെ അതുകൊണ്ട് പല വഴികൾ
അവൾ പ്ലാൻ ചെയ്യാണ്. അതിനായി പല ഐഡിയകളും ഗബ്രിയേല നോക്കുന്നു. ഒന്ന്, ദോസിന് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഡിവോഴ്സിന് ആവശ്യപ്പെടുക എന്നത്. രണ്ടാമത്തേത്, ഇവൻ സംശയരോഗിയാണെന്ന കാര്യം പറഞ്ഞ് ഡിവോഴ്സിന് ആവശ്യപ്പെടുക എന്നത്. മൂന്നാമത്തേത്, ഇവന് മാനസിക പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ഡിവോഴ്സിന് ആവശ്യപ്പെടുക എന്നത്. എന്നിങ്ങനെ പല കാര്യങ്ങൾ ഒന്നും തന്നെ വർക്കൗട്ട് ആവുന്നില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുമ്പോ അവിടെ ഗബ്രിയേലയുടെ അമ്മയുണ്ടായിരുന്നു. അമ്മ ഇവരെ കണ്ട് അടുത്ത് വന്ന് സംസാരിക്കുന്നു. ആരെ മോളെ ഇതെന്ന് അമ്മ ചോദിക്കുമ്പോ പെട്ടെന്ന് എന്ത് പറയണോന്ന് അറിയാതെ ഗബ്രിയേല നിൽക്കുന്ന ടൈം ദോസ് അമ്മയോട്, അമ്മ നിങ്ങള് ഗബ്രിയേലയുടെ അമ്മയാണോ? കണ്ട അവളുടെ ചേച്ചിയാണെന്നേ പറയത്തുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ സോപ്പിട്ടുകൊണ്ട് നിൽക്കാണ്. അപ്പോഴാണ് അവിടേക്ക് മറ്റേ അഡ്വക്കേറ്റും വരുന്നത്. അഡ്വക്കേറ്റിനെ ഗബ്രിയേലയുടെ അമ്മയ്ക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് അവർ നിന്ന് സംസാരിക്കുന്നു. ആ ടീം ഗബ്രിയേലയ്ക്കും ദോസിനും ഡിവോഴ്സ് കേസ് കൊടുക്കാൻ പോകുന്നതിനെ പറ്റി വക്കീല് സംസാരിക്കുമ്പോ ഇവര് രണ്ടുപേരും പെട്ട അവസ്ഥയിലാവുന്നു. പക്ഷെ അമ്മയാട്ടെ എന്താ ഈ പറയുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോ വക്കീല് കൂടുതലായിട്ട് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ദോസ് പെട്ടെന്ന് അവന് നെഞ്ചുവേദന വന്ന് വീണതുപോലെ തറയിൽ കിടക്കുന്നു. ആ ടീം ഗബ്രിയേല നൈസായി അഡ്വക്കേറ്റിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അപ്പോഴേക്കും തറയിൽ വീണ ദോസിന് CPR കൊടുക്കാനായി ഗബ്രിയേലയുടെ അമ്മ അവളെ നിർബന്ധിക്കുന്നു. നിനക്കറിയാവുന്ന പയ്യനല്ലേ, വേഗം രക്ഷിക്കാനായി അമ്മ പറഞ്ഞവളെ അവന്റെ ദേഹത്തേക്ക് തള്ളിയിടുമ്പോ അവൾ അവന് CPR കൊടുക്കുന്നു. ഉടനെ അവൻ കണ്ണ് തുറക്കുന്നുണ്ടെങ്കിലും വീണ്ടും ഒന്നുകൊണ്ട് CPR കിട്ടിയാലോ എന്ന് കരുതി കണ്ണടച്ച് തറയിലേക്ക് വീഴുന്നു. ഇത് കാണുന്ന ഗബ്രിയേലയുടെ അമ്മ, നീ കാണിക്കുന്ന മാർ, CPR കൊടുക്കാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കാന്നും പറഞ്ഞ് അവന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവൻ പെട്ടെന്ന് ചാടി എണ്ണീക്കുന്നു. ആ ഒരു ഗ്യാപ്പിന് ഗബ്രിയേല അമ്മ കൂടുതലായി എന്തെങ്കിലും സംസാരിക്കും മുന്നേ ദോസിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്താന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ പിന്നീട് താമസ സ്ഥലത്തേക്ക് ദോസ് എത്തുമ്പോ അവന്റെ കസിൻ അവനോട് ഏതോ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, അവളെ ഡിവോഴ്സ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവളുടെ കൂടെയാണല്ലോ കറക്കം മൊത്തം, വന്ന് ബിസിനസ് ഒന്നും തീരെ ശ്രദ്ധിക്കാതെ നല്ല ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം ദോസിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. അവൻ അത് കേട്ട് വളരെ സാഡ് ആവുന്നുണ്ട്. ഇതേ ടീം ഗബ്രിയേല ആകട്ടെ ദോസിന് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മെസ്സേജ് അയക്കാന്ന് കരുതി ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അത് സെൻഡ് ആക്കുന്നില്ല. അതേ ടീം ദോസും ഗബ്രിയേലയ്ക്ക് മെസ്സേജ് അയക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അവനും അയക്കുന്നില്ല. അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടുമ്പോ ഗബ്രിയേല മറ്റൊരു ഐഡിയ പറയുന്നു. ദോസ് ഒരു സ്വർഗാനുരാഗിയാണെന്ന് പറഞ്ഞാല് ഡിവോഴ്സ് കിട്ടാൻ എളുപ്പമായിരിക്കുമെന്ന് ഗബ്രിയേല പറയുമ്പോ എന്നെ അങ്ങനെ പറഞ്ഞ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് അവൻ പറയുമ്പോ എന്നാ ശരി ഞാൻ അങ്ങനെ ആയി അഭിനയിക്കാന്നും പറഞ്ഞ് അവൾ അവളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വന്ന് അവളുടെ കൂടെ ക്ലോസ് ആയിരിക്കുന്ന പോലെയൊക്കെ ദോസിനെ കൊണ്ട് ഫോട്ടോയും വീഡിയോയും എടുപ്പിക്കുന്നു. ഇവരൊരു ഹോട്ടലിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ പോലീസ് റെയ്ഡിനെത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. തുടർന്ന് അടുത്ത ദിവസം അഡ്വക്കേറ്റ് വന്ന് ജാമ്യത്തിൽ ഇറക്കുമ്പോ ദോസ് ഈ നടന്ന കാര്യങ്ങൾക്ക് ഗബ്രിയേലയോട് ദേഷ്യപ്പെടുന്നു. അവൾ സോറി, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഇങ്ങനെയൊക്കെ ആവുമെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങനെ ഐഡിയ ഒന്നും പറയില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോ എനിക്ക് ഇതിൽ കൂടുതലും നിന്നെ സഹായിക്കാൻ കഴിയില്ല, നീ കാരണം ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ കയറി, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് അവൻ പറയുമ്പോ അങ്ങനെ പറയരുത്, നമ്മുടെ മാരേജ് കഴിഞ്ഞ കാര്യം അറിഞ്ഞാൽ എനിക്കിത് വലിയ പ്രശ്നമാവും, എങ്ങനെയെങ്കിലും എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് അവള് പറയുമ്പോ നിനക്ക് ക്രിസ് എന്ന പയ്യനെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കാൻ പറ്റില്ലേ, ഇനി അവനെ വിവാഹം കഴിച്ചില്ലെന്ന് വെച്ചാൽ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയുണ്ടോ, പോയി വല്ല പണി നോക്കുന്നില്ല. ദോസ് ദേഷ്യപ്പെടുമ്പോ നീ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? കാണില്ല, ഉണ്ടെങ്കിൽ നിനക്ക് എന്നോട് ഇങ്ങനെ പറയാൻ കഴിയില്ലായിരുന്നു. കാരണം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആളിനെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ എന്തും ചെയ്യാനും എന്ത് വിട്ടുകൊടുക്കാനും ഒക്കെ തയ്യാറാവും. ആ ഒരു അവസ്ഥ നിനക്ക് അറിയാത്തത് കൊണ്ടാണ് നീ ഇപ്പൊ എന്നോട് ഇങ്ങനെ പറയുന്നത്. എന്തായാലും ഇത്രയും നാള് ബുദ്ധിമുട്ടിച്ചതിന് സോറി, ഇനി ഞാൻ ശല്യമായി വരില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അവളിങ്ങനെ സംസാരിച്ചു പോകുമ്പോ ദോസിനും അത് ഫീൽ ആവുന്നുണ്ട്. അന്ന് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ ഗബ്രിയേല ക്രിസിനെ വീഡിയോ കോൾ ചെയ്ത് നടന്ന കാര്യങ്ങൾ പറയാനായി ഒരുങ്ങുന്നു. ഞാൻ ഒരു വർഷത്തിന് മുന്നേ എന്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജിൽ പങ്കെടുക്കാൻ പോയില്ലേ, അവിടെ വെച്ച് ഞാൻ ഡ്രിങ്ക്സ് അടിച്ച് അറിയാതെ ഒരാളെ വിവാഹം കഴിച്ചു പോയി. ഇപ്പൊ അത് വലിയ പ്രശ്നം. ഇതെല്ലാം അവള് പറയുന്ന ടൈം അവൾ ഇത് കണ്ണടച്ച പേടി കാരണം സ്ക്രീനിലേക്ക് നോക്കാതാണ് ഇത്രയും പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ആ ഒരു വീഡിയോ കോള് സ്റ്റക്ക് ആയിരിക്കുന്നതും പെട്ടെന്ന് ലാപ്ടോപ്പിൽ തീ പിടിക്കാൻ തുടങ്ങുന്നതുമാണ് അവൾ കാണുന്നത്. അവൾ പേടിച്ച് ലാപ്ടോപ്പ് തട്ടിക്കളയുന്നു. അപ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് ക്രിസ് ഫോൺ വിളിക്കുന്നു. എന്ത് പറ്റി, എന്താ പറയാമെന്ന്. മാരേജിന് പോയിട്ട് എന്ത് പറ്റിയെന്നെല്ലാം ക്രിസ് ചോദിക്കുമ്പോ ഗബ്രിയേലയ്ക്ക് പറയാൻ വലിയ പേടി. അവനാകട്ടെ ഇങ്ങനെ ഫംഗ്ഷന് പോയി ഡ്രിങ്ക്സ് അടിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം എന്നൊക്കെ ഒരു ഉപദേശം കൊടുത്ത് കോള് കട്ട് ചെയ്യുന്നു. അവൾ അത് ഒരു വട്ടം പറഞ്ഞെങ്കിലും അത് അവൻ കേട്ടിട്ടില്ല. പിന്നെ അവൻ ചോദിച്ചപ്പോ പറയാനായി അവൾക്ക് ധൈര്യവുമില്ല. ദോസാകട്ടെ ഗബ്രിയേല മെസ്സേജ് അയക്കുമെന്ന പ്രതീക്ഷയോടെ ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. അവൻ വളരെ അപ്സെറ്റ് ആയിരിക്കുന്നത് ശ്രദ്ധിക്കുന്ന അങ്കിൾ എന്ത് പറ്റിയെന്ന് തിരക്കുമ്പോ അവൻ തലവേദനയാന്ന് പറയാണ്. ആ ടീം ഇവൻ ഇഷ്ടപ്പെടുന്ന ഈ പെൺകുട്ടിയുമായി എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്ന അങ്കിൾ അവനെ ഉപദേശിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ളവരെ കൂടെ ഉള്ളപ്പോ അവരെ കൂടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ അവരില്ലാതെ വരുമ്പോ ഉണ്ടാവുന്ന ആ ഒരു വേദനയേക്കാൾ എത്രയോ നല്ലതാണ് ആ കഷ്ടപ്പാടെന്നെല്ലാം അങ്കിൾ ഇങ്ങനെ അവനെ ഉപദേശിക്കുമ്പോ അത് കേൾക്കുന്ന അവൻ അടുത്ത ദിവസം തന്നെ ഗബ്രിയേലെ കാണാനായി പോകുന്നു. അവളാകട്ടെ ഇവനെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ നിൽക്കാണ്. ഇവൻ അവളെ ചിരിപ്പിക്കാനായി ഒരു വെപ്പുമീശൊക്കെ വെച്ച് പിറകെ കൂടുന്നു. അവളോട് അവൻ ചില കാര്യങ്ങൾ ചോദിക്കുന്നു. സത്യത്തിൽ ഈ വിവാഹം നീ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? അമ്മയ്ക്ക് വേണ്ടിയോ അതോ ആ ഒരു ക്രിസിന് വേണ്ടിയോ അതോ നിനക്ക് വേണ്ടിയോ? നിനക്ക് വിവാഹം എങ്ങനെ നടക്കണമെന്ന് ആഗ്രഹം? അമ്മയ്ക്ക് ഏതോ ചർച്ചിൽ വെച്ചാ നടത്തണമെന്ന് നീ ഒന്നും പറഞ്ഞില്ലേ?
പക്ഷെ നീ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് ബീച്ച് തീമിലെ വെഡിങ് ആണ് ഇഷ്ടം, നിനക്ക് എന്താ ഇഷ്ടം എന്നിങ്ങനെ അവളുടെ മാരേജിനെ പറ്റി അവൾക്ക് എന്താണ് അഭിപ്രായം, ചുറ്റുമുള്ളവരുടെ അഭിപ്രായം ഒന്നുമല്ല, നിന്റെ അഭിപ്രായം എന്താണ് കാര്യം എന്ന രീതിയിൽ ഡോസ് പലതും ചോദിക്കുന്നുണ്ടെങ്കിലും ഗബ്രിയേൽ അതിനൊന്നും മറുപടി പറയുന്നില്ല. അവനാകട്ടെ ഇവളെ ഹാപ്പി ആക്കാനായി അവൾക്ക് വേണ്ടി അവർ ഇപ്പോൾ ഫുഡ് കഴിക്കാനായി പോയിരിക്കുന്ന കഫേയില് സിംഗേഴ്സ് പെർഫോം ചെയ്യുന്നതിന്റെ ഇടയിൽ മൈക്ക് വാങ്ങി നല്ലൊരു പാട്ട് പാടുന്നു. ആ പാട്ടിൽ നീ എന്നെ വിട്ട് പോവരുത് എന്ന അർത്ഥമാണ് ഉള്ളത്. കൂടാതെ ഈ പാട്ട് ഞാൻ എന്റെ വൈഫിന് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്നും അവൻ പറയുന്നത് കേട്ട് ഗബ്രിയേല ചിരിക്കുന്നു. പക്ഷെ അവൻ അടുത്തേക്ക് എത്തുമ്പോൾ ആ ചിരിയൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈം അവളുടെ ഫോണിലേക്ക് ക്രിസിന്റെ ഫോൺ കോൾ വരുന്നു. നീ എവിടെ എത്ര നേരം എടുത്തിട്ട് എന്താ എടുക്കാത്തെന്നൊക്കെ ചോദിച്ച് അവൻ ദേഷ്യപ്പെട്ട് കോൾ കട്ട് ചെയ്യുമ്പോൾ എത്ര വർഷമായി നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് ദോസ് ചോദിക്കാണ്. 6 വർഷമായി എനിക്ക് അവനെ അറിയാമെന്ന് പറയുന്ന ഗബ്രിയേല അവൻ ലൈഫിൽ വന്നതിന് ശേഷമാണ് തനിക്ക് ലൈഫിൽ ഒരു അച്ചടക്കം ഉണ്ടായത് എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ അവൾ ക്രിസിനെ പൊക്കി പറയുന്ന ഒന്നും തന്നെ ദോസിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവനെന്നാ ശരി ഞാൻ പോട്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോഴാണ് അവന്റെ ഫോണിലേക്ക് മിലോയുടെ മെസ്സേജ് വരുന്നത്. ഞാൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞ് മിലോ അവന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മെസ്സേജ് കാണുന്ന ദോസ് വേഗം തന്നെ അത് ഗബ്രിയേലെ കാണിക്കുന്നു. മിലോയുടെ മെസ്സേജ് കണ്ട് ഗബ്രിയേല വളരെ ഹാപ്പിയായി തുള്ളിച്ചാടി ദോസിനെ കെട്ടിപ്പിടിക്കാണ്. കാരണം ഡിവോഴ്സ് കിട്ടാനായി മിലോയുടെ വിറ്റ്നസ് വേണമെന്ന് വക്കീല് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും ഇത് കണ്ട് ഹാപ്പിയായി ഗബ്രിയേല പെട്ടെന്ന് ആവേശത്തിൽ ദോസിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പെട്ടെന്ന് അവൾ ആ പിടുത്തം മാറ്റി എന്നവാ വേഗം നമുക്ക് അവനുള്ള സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അടുത്ത ഡിസ്ട്രിക്റ്റിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നു. കാരണം അവിടെയാണ് മിലോ ഉള്ളത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് മിലോയെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ കിട്ടുന്നേ ഇല്ല. തുടർന്ന് മിലോയ്ക്ക് വേണ്ടി അവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡോസും ഗബ്രിയേലയും. ഇവിടേക്ക് ഗബ്രിയേലയുടെ സുഹൃത്തും ഡോസിന്റെ ആ കസനും ഒക്കെ ഇവരുടെ കൂട്ടിന് വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് മിലോയെ അന്വേഷിക്കുന്നതിന്റെ ഇടയിൽ ഡോസിനോട് വളരെ വളരെ അട്രാക്ഷൻ ഗബ്രിയേലയ്ക്ക് പലപ്പോഴുമായി തോന്നുന്നുണ്ട്. പക്ഷെ അവളതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് സ്വയം തിരുത്താൻ നോക്കുന്നുണ്ടെങ്കിലും ഡോസ് ആകട്ടെ ഗബ്രിയേലയോട് നിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, നിനക്ക് ഇനിയും എന്നെ കളയാതിരിക്കാൻ സമയമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവളാകട്ടെ അവൾക്ക് ഇവനോട് വളരെ ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിലും അത് പുറമെ കാണിക്കാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവൾ ക്രിസുമായി വളരെ കൂട്ടായിരുന്നെങ്കിലും പെട്ടെന്ന് എല്ലാവരും കൂടി എൻഗേജ്മെന്റ് നടത്ത് യെസ് പറയ എന്നൊക്കെ എൻകറേജ് ചെയ്തപ്പോ അമ്മ എപ്പോഴും പിറകെ നടന്ന് എന്നെ പോലെ അല്ലാതെ നല്ലൊരു പയ്യനെ സെലക്ട് ചെയ്യണമെന്ന് ഇങ്ങനെ പിറകെ നടന്ന് ബ്രെയിൻ വാഷ് ചെയ്തോണ്ടിരിക്കുമ്പോ ആ ഒരു പെട്ടെന്ന് ഒരു മൊമെന്റില് അവൾ അവനോട് യെസ് പറഞ്ഞു പോയതാണ്. അല്ലാതെ പൂർണ്ണ മനസ്സോടെ യെസ് പറഞ്ഞതായിരുന്നില്ല. അതുകൊണ്ട് എപ്പോഴും അവളുടെ ഉള്ളിൽ ആ ഒരു ഇതുണ്ടായിരുന്നെങ്കിലും അവനെ ഉപേക്ഷിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവൾ അപ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ഈ സ്ഥലത്ത് വെച്ച് ഡോസ് ആരെയോ കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നത് ഗബ്രിയേല ശ്രദ്ധിക്കുന്നു. അതൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവൾ അവിടെ നിന്ന് മാറിപ്പോവാണ്. ഇവൻ എന്റെ പിറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ദേഷ്യത്തിലാണ് അവൾ മാറുന്നതെങ്കിലും ആക്ച്വലി ഡോസ് കെട്ടിപ്പിടിച്ച് സംസാരിച്ചത് വെറും ഒരു പെൺകുട്ടിയോടായിരുന്നില്ല, അത് മിലോയോടായിരുന്നു. മിലോ യഥാർത്ഥത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അവൻ മുന്നേ ഡോസിന്റെ സുഹൃത്തായി ആ ഒരു വിവാഹത്തിൽ പങ്കെടുത്ത സമയം ആൺകുട്ടിയുടെ ഗെറ്റപ്പിലായിരുന്നു നടന്നിരുന്നതെങ്കിൽ ഇപ്പൊ അതിനുശേഷം ഇവിടെ ഒരു പെൺകുട്ടിയായാണ് മിലോ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഡോസിന് മിലോയെ കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞതും ഈ ഒരു ട്രാൻസ്ഫോർമേഷന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മിലോ ഇത്രയും നാള് ഡോസിന്റെ മെസ്സേജുകൾക്കൊന്നും റെസ്പോണ്ട് ചെയ്യാതെ ബിസി ആയിരുന്നത്. എന്തായാലും ഇപ്പൊ അവര് കണ്ടങ്ങനെ സംസാരിക്കുന്നു. പിന്നീട് ഈ കാര്യം ഡോസ് ഗബ്രിയേലയോട് പറയാനായിട്ട് വരുമ്പോ അവള് വലിയ ജാടയിൽ ഇവനെ മൈൻഡ് ആക്കുന്നില്ല. എന്ത് പറ്റി, എന്താ പ്രശ്നം എന്നൊക്കെ അവൻ ചോദിക്കുമ്പോ കൊടുക്കും അവള് അല്ല ഒരു പെണ്ണിനോട് സംസാരിച്ച് നിൽക്കുന്ന കണ്ടല്ലോ എന്ന് ഇങ്ങനെ കുശുമ്പ് പറയുമ്പോഴാണ് ഓ നീ അപ്പൊ എന്റെ കാര്യത്തിൽ പൊസസീവ് ആയോ, നിനക്കപ്പൊ എന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അവൾ ആ സമയം അല്ല നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഒരുമാതിരി വല്ലാത്തൊരു കുറ്റബോധം പോലെ ഇവനോടുള്ള ഇഷ്ടം മനസ്സ് നിറയെ ഉണ്ട്. അത് അറിയാവുന്നത് വെച്ച് തന്നെ പറയുമ്പോ അവൻ അവളോട് എനിക്ക് നിന്നെ കണ്ടപ്പോ മുതലേ ഇഷ്ടമായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇവൾക്ക് 1 വർഷം മുന്നേ ആ പാർട്ടിയുടെ ഇടയിൽ വെച്ചും ഇവരൊന്ന് പരിചയപ്പെട്ടപ്പോ ഇവൻ ഇതേ കാര്യം പറഞ്ഞത് ഓർമ്മ വരുന്നത്. അന്ന് ഇവൾ ഇത്ര പെട്ടെന്ന് എന്നോട് എങ്ങനെ ഇഷ്ടം തോന്നിയെന്ന് ചോദിക്കുമ്പോ അതല്ലേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് അവൻ പറയുകയും ചെയ്തിരുന്നു. അന്നവൾ ആദ്യം അവനോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ മാരേജിലേക്ക് അവർ എത്തിയത്. അപ്പോൾ അവൾ ആ കാര്യങ്ങൾ ഓർത്ത് ചിരിക്കുന്ന സമയം നീ നോക്ക് നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അത് നീ തുറന്നു പറയേണ്ട ഒരു താമസം മാത്രമേ നമുക്കിടയിൽ ഉള്ളൂ എന്ന് അവൻ പറഞ്ഞ് അവളുടെ അടുത്തേക്ക് കിസ് ചെയ്യാനായി ചെല്ലുമ്പോൾ അവളും പെട്ടെന്ന് അത് റെസ്ട്രിക്ട് ചെയ്യാതെ നിൽക്കാണ്. പക്ഷെ ഇത് ക്രിസിന്റെ ഒരു സുഹൃത്ത് കാണുന്നുണ്ടായിരുന്നു. ആ സുഹൃത്തിനെ അറിയാവുന്ന ഗബ്രിയേല പെട്ടെന്ന് പാനിക്കായി ആ സുഹൃത്തിന്റെ അടുത്തേക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായി പോകുമ്പോഴേക്കും എനിക്കൊന്നും പറയാനില്ല, ക്രിസിനോട് ബാക്കിയെല്ലാം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആ സുഹൃത്ത് പോകുന്നു. ഗബ്രിയേല ഉടനെ തന്നെ ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാനായി ഒരുങ്ങുന്ന സമയത്താണ് മിലോയെ കാണുന്നത്. ആദ്യം മിലോ ആരാണെന്ന് കണ്ടിട്ട് മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നീട് കാര്യങ്ങൾ പറയുമ്പോൾ ഡോസ് ഓൾറെഡി മിലോയെ കണ്ട് സംസാരിച്ചു എന്നത് ഗബ്രിയേലയ്ക്ക് മനസ്സിലാവുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഡോസ് ഇത് തന്നോട് പറഞ്ഞില്ല? അവനൊപ്പം മിലോയെ കണ്ടിട്ടും അത് തന്നോട് പറയാതെ മറച്ചു വെച്ച് തന്നെ വീണ്ടും ഇവിടെ പിടിച്ചു നിർത്തി ഫൂളാക്കാൻ നോക്കുകയായിരുന്നു എന്ന ഒരു ദേഷ്യം ഗബ്രിയേലയ്ക്ക് വരുന്നു. അവൾ ഡോസിനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാനായി നിൽക്കുമ്പോൾ ഡോസ് പെട്ടെന്ന് തല കറങ്ങി വീഴുന്നു. തുടർന്ന് ഡോസിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴാണ് അറിയുന്നത് ഡോസിന് കുറച്ചു നാളായി തലയിൽ ബ്ലഡ് ക്ലോട്ട് ആവുന്നുണ്ട്. അതിന് ഓപ്പറേഷൻ പറഞ്ഞിട്ടും അവൻ അത് കാര്യമാക്കാതെ ഇങ്ങനെ നടക്കുകയായിരുന്നു എന്ന്. പിന്നീട് ഈ ഓപ്പറേഷൻ നടത്തിയാൽ
ഡോസ് ഹെൽത്തി ആവുമോ, അവൻ കംപ്ലീറ്റ്ലി ഓക്കെ ആവുമോ എന്ന് ഡോക്ടറിനോട് ഗബ്രിയേല ചോദിക്കുമ്പോൾ അത് അത്രയ്ക്കങ്ങ് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത കാര്യമാണെന്ന് ഡോക്ടറും പറയുന്നു. ഇതെല്ലാം കേട്ട് ഗബ്രിയേലയ്ക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു. പിന്നീട് അവൾ ഡോസിനോട് സംസാരിക്കുമ്പോൾ 1 വർഷം മുന്നേ സുഹൃത്തിന്റെ വിവാഹത്തിന് പങ്കെടുക്കുന്നതിന് തൊട്ട് മുന്നെയാണ് തനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളത് അറിഞ്ഞതെന്നും അന്ന് മുതലേ താൻ ജീവിതത്തിൽ നല്ലൊരു പ്രണയം പോലും എക്സ്പീരിയൻസ് ചെയ്യാതെ മരിക്കേണ്ടി വരുമോ എന്ന അതിയായ സങ്കടം തനിക്ക് ഉണ്ടായിരുന്നെന്നും ആ സങ്കടം മാറുന്ന കണക്കാണ് ദൈവം തന്റെ മുന്നിൽ ഗബ്രിയേലയെ എത്തിച്ചതെന്നും ഡോസ് അവളോട് പറയുന്നു. തന്റെ സ്വാർത്ഥത കൊണ്ട് ഗബ്രിയേല തന്നെ വിട്ടുപോകരുതെന്ന് താൻ ഇതിന്റെ ഇടയിൽ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടെന്നെല്ലാം അവൻ പറയുന്ന ടീം ഗബ്രിയേലയ്ക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു. അവൾക്കിപ്പോ ഡോസിനെ വിട്ടിട്ട് പോകാനും മനസ്സില്ല, ക്രിസിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നും അറിയില്ല. അവൾ എന്തായാലും അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ അമ്മ ആദ്യം അവളോട് ഈ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. അവൾ എത്ര പറഞ്ഞിട്ടും അമ്മയ്ക്ക് അവളുടെ സിറ്റുവേഷൻ മനസ്സിലാവുന്നില്ല. പിന്നീട് അവൾ ക്രിസിനെ കാണാനായി പോകുമ്പോൾ അവനും ഓൾറെഡി ഈ കാര്യങ്ങൾ അറിഞ്ഞ് അവളോട് വഴക്കുണ്ടാക്കുകയാണ്. വളരെ കൺട്രോളിംഗ് ആയ, ഒട്ടും തന്നെ പരിഗണിക്കാതെ അവന്റെ ഇഷ്ടങ്ങൾ തന്റെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന ക്രിസിന് ഒടുക്കം ഒരു ഗുഡ് ബൈയും പറഞ്ഞ് ആ എൻഗേജ്മെന്റ് റിംഗും കൊടുത്ത് ഗബ്രിയേല അവിടെ നിന്ന് ഇറങ്ങുന്നു. അവൾ നേരെ പോകുന്നത് അച്ഛന്റെ അടുത്തേക്കാണ്. അച്ഛൻ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. അമ്മയ്ക്കും മകളെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് അച്ഛൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ഗബ്രിയേലയുടെ അമ്മയും വരുന്നു. അങ്ങനെ അമ്മയും അവളുടെ മനസ്സിൽ തോന്നുന്ന ശരികൾ തന്നെ മുന്നോട്ട് ചെയ്തു പോകാനായി അവൾക്ക് ഗ്രീൻ സിഗ്നൽ നൽകുന്നു. അങ്ങനെ അവൾ അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിലേക്ക് ഡോസിനെ കാണാനായി പോകുന്നു. കയ്യിൽ ഒരു ബൊക്കയുമായി അവൻ അന്ന് അവൾക്ക് വേണ്ടി ആ പബ്ബിൽ വെച്ച് പാടിയ അതേ പാട്ടും പാടിയാണ് അവൾ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ഞാൻ സർജറിക്ക് പോവുക, ഇത് കഴിഞ്ഞ് ഞാൻ വരുമോ എന്ന് പോലും ഉറപ്പില്ലല്ലോ എന്ന് ഡോസ് പറയുന്ന സമയം, നീ ഇല്ലാതെ 1000 വർഷങ്ങൾ ജീവിക്കുന്നതിലും എനിക്കിഷ്ടം നിന്റെ കൂടെ ഒരു നാളെങ്കിലും ജീവിക്കുന്നതാണെന്ന് അവള് പറയുമ്പോ തീർച്ചയായും ഞാൻ നിനക്ക് വേണ്ടി മടങ്ങി വരും എന്ന് പറഞ്ഞാണ് അവൻ സർജറിക്ക് പോകുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് റോഡിലൂടെ മൃതദേഹം ഏന്തി പോകുന്ന ഒരു വാഹനവും അതിനകമ്പടി പോകുന്ന മറ്റു വാഹനങ്ങളുമാണ്. ഇത് കണ്ട് ഡോസ് മരിച്ചെന്ന് നിങ്ങൾ കരുതണ്ട, കാരണം അവൻ മരിച്ചിട്ടില്ല. ഏറ്റവും ലാസ്റ്റായി പോകുന്ന ആ ഒരു വണ്ടിയിലാണ് നമ്മുടെ ഡോസ് ഉള്ളത്. അവനിപ്പോ പോകുന്നത് ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാനായിട്ടാണ്. അത് അവന്റെ കല്യാണം തന്നെയാണ് കേട്ടോ. വധു മറ്റാരും അല്ല, നമ്മുടെ ഗബ്രിയേല തന്നെ. അങ്ങനെ അവർ വിവാഹിതരാവുന്നു. ആ വേദിയിൽ വിവാഹത്തിന്റെ ചടങ്ങുകൾക്ക് ശേഷമുള്ള മാൻഡേറ്ററി കിസ്സിന് വേണ്ടി നിൽക്കുന്ന സമയം പെട്ടെന്ന് ഗബ്രിയേല, നീ എന്നെ അന്ന് പാർട്ടിയിൽ വെച്ച് കിസ് ചെയ്തിരുന്നു എന്ന് ഡോസിനോട് ചോദിക്കുമ്പോഴാണ് അന്ന് നടന്ന കാര്യം അവൾക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത്. അന്ന് ഡ്രിങ്ക്സ് അടിച്ചു കഴിഞ്ഞ് രണ്ടുപേരും കിസ് ചെയ്യാനായി വന്നെങ്കിലും ഗബ്രിയേലെ ചുണ്ടിൽ കിസ് ചെയ്യാതെ നെറ്റിയിലാണ് ഡോസ് എന്ന് കിസ് ചെയ്തത്. ഡ്രിങ്ക്സ് അടിച്ചപ്പോ പോലും എത്ര ജെന്റിൽമാൻ ആയിരുന്നു ഇവനെന്ന കാര്യം ആലോചിക്കുന്ന അവൾ ചിരിക്കുമ്പോ, ഇതാണ് എന്റെ ലൈഫിലെ ഫേവറേറ്റ് കിസ് എന്ന് പറഞ്ഞ് അവൻ അവളെ ഇപ്പോൾ കിസ് ചെയ്യാണ്, തന്റെ വൈഫ് എന്ന ആ ഒരു ഫുൾ അധികാരത്തോടു കൂടി. ഇത് കണ്ട് ചുറ്റിനുമുണ്ടായിരുന്നവരെല്ലാം വളരെ ഹാപ്പി ആവുന്നു. അങ്ങനെ തന്റെ അച്ഛനും അമ്മയും തന്റെ വേണ്ടപ്പെട്ടവരെയും ഒക്കെ സാക്ഷിയാക്കി തന്നെ മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഡോസ് എന്ന പയ്യന്റെ ഭാര്യയായിരിക്കുകയാണ് ഗബ്രിയേല. ഡോസും ഒരിക്കലും അവന്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതിയ ഒരു പ്രണയത്തിലൂടെ ഇപ്പൊ കടന്നു പോകുന്നു. അങ്ങനെ ഇവർ ഹാപ്പി ആയിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.